നല്ല പടം ആസിഫൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ പുഷ്പ എന്ന് പറഞ്ഞ ക്യാരക്ടർ നന്നായിട്ടുണ്ട്. നല്ല പടമായിരുന്നു, എല്ലാവരും കാണും, നല്ല പടം. ട്രെയിലറിൽ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തന്നെയാണ് സിനിമ. അവരല്ലാതെ ഒരുപാടൊന്നും ഓഫർ ചെയ്യുന്നില്ല, ഓഫർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർ എന്തെടുത്തോ അത് പറയേണ്ട കാര്യമുള്ളൂ. അവരത് നോർമലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ആസിഫ് അലി, അനശ്വര വരുന്ന സീനൊക്കെ ഭയങ്കര പ്ലസൻ്റ് ആയിരുന്നു. അവരെ സ്ക്രീനിൽ കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഞാൻ നേരിലായിരുന്നു, എനിക്ക് അതിനു മുമ്പ് വലിയ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. നേരിലാണ് ഞെട്ടിച്ചത്. അതിനുശേഷം പുള്ളിക്കാരുടെ പെർഫോമൻസിൽ ഇപ്പം സൂപ്പർ ശരണ്യൊക്കെ പോലെ കാതോട് കാതോട് സിനിമ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പാട്ടെങ്കിലും കണ്ടിരിക്കുന്നതാണ്. ആ പാട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പാട്ട് ഒരുപാട് സമയം റെഫറൻസും ഉണ്ട്. ആ പാട്ട് മാത്രമല്ല, വേറെ 2-3 സിനിമകൾ റെഫറൻസ് ഉണ്ട്. ആ സിനിമ കണ്ടിട്ടില്ലെങ്കിലും അത് വീണ്ടും കാണിക്കുന്നുണ്ട്. പിന്നെ വരുമെന്ന് പറഞ്ഞാൽ വന്നു, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മലയാള സിനിമയുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിലുള്ള ഷോർട്സ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളൂ, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ സീന് ഭയങ്കര ഐഡിയായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഓവർ ട്വിസ്റ്റ് ആൻഡ് ടേൺ ആക്കിയിട്ട് നമ്മളെ മണ്ട വെടിക്കുന്ന ടൈപ്പൊന്നുമല്ല. എടുത്ത സംഭവം നീറ്റായിട്ട് പറഞ്ഞ് കറക്റ്റ് കൺക്ലൂഷനിൽ നിർത്തിയിട്ടുണ്ട്. നല്ലൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു കൺക്ലൂഷനാണ്. 100% ഹിറ്റാണ്. പുള്ളി തന്നെ തുടങ്ങി വെക്കട്ടെ, അതാണ് നല്ലത്. പടം വയസ്സ് നോക്കി പടം കൊള്ളുമ്പോൾ നമ്മളെല്ലാവരും പ്രദേശം മലയാള സ്വഭാവമാണ്. കമ്പാരിസൺ, അതായത് ഈ മുൻപുള്ള പടം വെച്ച് പുള്ളിയുടെ കൃഷ്ണനെ കാണാൻ തലവനിച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും കൃഷ്ണനെ കണ്ട പോലെ ഒരു ഹിസ്റ്ററി ഫീലുണ്ട്. ടോട്ടലി പടം കൊള്ളാം, പടം നന്നായിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ നമ്മളെ പണ്ടത്തെ 10-30-40 വർഷം മുന്നുള്ള സിനിമയിൽ നിന്ന് എടുത്ത ചെറിയ കണ്ടൻസാണ്. മീൻസ് റിയൽ ലൈഫ് നടന്നതോ പേരൊക്കെ മാറ്റി ആ ഒരു നിന്നുള്ള കാര്യമാണ്. പക്ഷെ അത് നന്നായിട്ടുണ്ട്. പിന്നെ അവിടെ ചില ഈ സിനിമ തന്നെ ഇപ്പം സജീവമായിട്ടുള്ള ഒരു വലിയ നടനും ഒരു വലിയ ഡയറക്ടറും അഭിനയിക്കുന്നുണ്ട്. അത് കുറേയൊക്കെ ഇതാണ്. കാരണം സ്പോയിലറാവെന്ന് പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ കിട്ടാതെ കാതോരം സിനിമയുടെ ഫ്യൂറ്റി പറ്റിയാണ് ഫുള്ള്. അപ്പോൾ ഇതിൽ കുറേ ക്രെഡിറ്റ്സ് ലാസ്റ്റ് ഉണ്ട്. പക്ഷേ പടം കൊള്ളാം. കമ്പാരിസൺ പടം വെച്ച് കൊള്ളാമല്ലോ. നല്ല പടമാണ്. എടുത്ത് പറയാനായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. കുറേ ഗസ്റ്റ് അപ്പിയറൻസ് ഒരുപാടുണ്ട്. ആസിഫ് അലി നല്ല അഭിനയം. വേറെ ഞാനായിട്ട് റിവീൽ ചെയ്യുന്നില്ല, കണ്ടാൽ മതി. നല്ല പടം. നല്ല പടമാണ്. അല്ല, കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. നല്ല രീതിയിൽ തന്നെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ എലമെന്റ്സ് ഒക്കെ വെച്ച് പോയി. ഉണ്ട്, നല്ല പടമാണ്. ആസിഫ് അലി കിടു ആക്ടിങ് ആണ്. ആ ഒരു സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കൂടുതൽ പറഞ്ഞ് സ്പോയിലർ ആകുന്നു, എല്ലാവരും വന്ന് കാണുന്നത്. സൂപ്പർ പടമായിരുന്നു, അടിപൊളി. ഇഷ്ടപ്പെട്ടു. അതിനകത്ത് കാര്യങ്ങളായാലും അടിപൊളിയായിട്ടുണ്ട്. എടുത്തു പറയാനായിട്ട് കൊള്ളാം, പടം മൊത്തത്തിൽ കൊള്ളാം, നല്ല പടം. പടം ഒരു ആവറേജ് പടം. പോസിറ്റീവായിട്ട് ത്രില്ലറായിരുന്നു.